നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സർ, സർ എനിക്ക് തെറ്റുപറ്റിപ്പോയി. പല്ലവി കാണിച്ച കള്ളത്തരത്തെക്കുറിച്ച് സാറിനോട് പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാ. അതിലെനിക്ക് തീരാത്തത്ര കുറ്റബോധമുണ്ട്. ചെയ്തു പോയ തെറ്റ് ഞാൻ എങ്ങനെയാ തിരുത്തേണ്ടത്? സാർ അതൊന്ന് പറയണം. സാറ് പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ഇനി അതിന്റെ പേരിൽ സാറിന് എന്നെ തല്ലണമെങ്കിൽ തല്ലാം. ഞാൻ നിന്ന് തരാം. എങ്ങനെ വേണമെങ്കിലും സാറിന് എന്നെ ശിക്ഷിക്കാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സാറിനുണ്ട്. പക്ഷേ എന്നോടിങ്ങനെ സംസാരിക്കാതിരിക്കരുത്. സാറ് മിണ്ടാതിരുന്ന, പിണങ്ങിയിരുന്ന എനിക്കത് സഹിക്കില്ല. പാർവതി, എന്റെ ഉള്ളിലെ വിഷമം കാരണോ എനിക്ക് തന്നോട് സംസാരിക്കാൻ സാധിക്കാത്തത്. താൻ എങ്ങനെയാ കുറ്റക്കാരിയാവുന്നത്? ഇങ്ങനെ ചീത്തപ്പേര് കേൾക്കുന്നത്? ഞാനും താനും ഒന്നാണ്. തനിക്കുണ്ടാവുന്ന നല്ലതും ചീത്തയും എന്നെയും ബാധിക്കുന്നതാണ്. നീ എങ്ങനെ സങ്കടപ്പെടുന്നുവോ അത്രത്തോളം സങ്കടം എനിക്കുമുണ്ട്. താൻ കരയുന്നു, ഞാൻ കരയുന്നില്ല. പറയാനുള്ളത് മുഴുവൻ ഞാൻ കുറച്ചു മുമ്പ് തന്നോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പിണക്കമൊന്നുമില്ല. ഇനി ഒരിക്കലും ഇതുപോലെ ഒന്നും സംഭവിക്കരുത്. അത് മാത്രമേ എനിക്കിപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇല്ല സർ, ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല. സാറിനെ ഇനി ഒരു തരത്തിലും ഞാൻ വിഷമിപ്പിക്കില്ല. സാറ് തന്ന ഭിക്ഷയാണ് എന്റെ ഈ ജീവിതം. അതെന്നും സാറിന് വേണ്ടി മാത്രമായിരിക്കും. ഇനി സാറിനെ മറച്ചു വെച്ച് ഒന്നും ഞാൻ ചെയ്യില്ല. സത്യം. തമ്മിൽ നിന്ന് പിണങ്ങി പിരിയുന്ന ഞാൻ കരുതിയത്. അതുണ്ടായില്ലല്ലോ. വിശാൽ സാറിനെ സമ്മതിക്കണം. ചേച്ചി ഒരു തെറ്റ് ചെയ്തിട്ടും സാറ് ചേച്ചിയോട് പൊറുത്തല്ലോ. ഇതുപോലെ വിപിൻ സാറും എന്നോട് പൊറുത്താ മതിയായിരുന്നു. രാവിലെ മുതൽ ഫോൺ ഓഫാക്കി വെച്ചതുകൊണ്ട് കടം തന്നവന്റെ ശല്യത്തിനൊരു കുറവുണ്ട്. അല്ലെങ്കിൽ സൗകര്യം തരാതെ വിളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നല്ലോ. പണം കൊടുക്കുമല്ലോ, അത് പറഞ്ഞ അയാൾക്ക് മനസ്സിലാവണ്ടേ?
അവനത് കൊടുക്കണം, അല്ലെങ്കിൽ പണി പാളും. വെട്ടൊന്ന് മുറി രണ്ടെന്ന കക്ഷിയാ. അവൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു തീർന്നില്ല. എത്തിയോ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചപ്പോ നേരെ ഇങ്ങോട്ട് തന്നെ കയറി വന്നോ? കാലേ വണക്കണ്ണ. എടാ പ്രതാപ, എന്തോ? നിന്റെ തെണ്ടിത്തരം നീ എന്നോട് കാണിക്കരുത്. പതുക്കെ. നിന്നെക്കാളും വലിയ ഫ്രോഡുകളെ കണ്ടവനാടാ ഈ ഞാൻ. എന്താടാ നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ? രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? അണ്ണാ കൈയെടുക്കണ അണ്ണാ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൈയെടുക്ക്. അതെ, ഫോൺ ഞാൻ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചൊന്നുമല്ല. രാവിലെ നോക്കിയപ്പോഴേ ഫോൺ വർക്കാവുന്നില്ല. എന്തോ കംപ്ലൈന്റ്. ഇല്ലെങ്കിൽ അണ്ണനെ ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ലായിരുന്നു. ആ ഫോണിന്റെ കേസ് കേട്ട അവിടെ നിൽക്കട്ടെ. എന്റെ പണം എവിടെ? പണം എടുക്കടാ. അണ്ണാ, പണം ഇന്ന് റെഡിയാവും. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്കിപ്പോ എന്റെ കാശ് വേണം. കാശ് തരാന്നേ. അണ്ണാ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇനിയും വെയിറ്റ് ചെയ്യാനോ? അതിനൊന്നും എനിക്ക് പറ്റില്ല. പണം ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. അണ്ണാ, അണ്ണാ ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഒരു മണിക്കൂർ മതി. അത്ര മതി. അണ്ണൻ നിന്ന് പോയി ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ട് വരുമ്പോഴേക്കും പണം റെഡി ആയിരിക്കും. ഇപ്പൊ ചെല്ല്. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. ചെല്ല്. 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാ പണം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അണ്ണനാണോ സത്യം? അണ്ണൻ ചെല്ല്. ശരി, ഞാൻ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരാം. അന്നേരം നീ വല്ല അവധിയും പറഞ്ഞ? ഇല്ല, പറയില്ല. പ്രതാപ, പിന്നെ നീ കാണുന്നത് ഞങ്ങളുടെ ഗോഡൌണിലായിരിക്കും. ഇല്ല, പോയിട്ട് വാ. പറയില്ല. അറിയാലോ, വെറുതെ അവരുടെ കൈക്ക് പണിയുണ്ടാക്കരുത്. അറിയാം. 1 മണിക്കൂർ. ഓ ചേച്ചി, ഒരു മിനിറ്റ്. എന്താ പ്രതാപ? ചേച്ചി, അയാൾ വന്നു. ആരാ വന്നത്? ആ ബ്ലേഡിന് പണം തന്നവൻ. അയക്ക് ഇന്നും കൊടുക്കാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അയാൾ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. എന്നിട്ട് അയാൾ എവിടെ? പുറത്ത് നിൽക്കുവാണോ? ഇല്ല, തൽക്കാലത്തേക്ക് അയാളെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. 1 മണിക്കൂറിനുള്ളിൽ പണം തിരികെ കൊടുക്കാന്ന് വാക്ക് പറഞ്ഞിരിക്കുക. 1 മണിക്കൂറിനകത്ത് തിരികെ കൊടുത്തേ മതിയാവും. എടാ, ഇല്ലെങ്കിൽ വിഷയം വഷളാവും ചേച്ചി. ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കാതെ ചെല്ല്. 30 ലക്ഷം ഒപ്പിച്ചോണ്ട് വാ. നീ ഇങ്ങനെ പിടയ്ക്കാതടാ. പണം ഞാൻ ഒപ്പിച്ചുതരാം. നീ ഒന്ന് സമാധാനപ്പെട്. ഇനി അധികം സമാധാനത്തിൽ പറ്റത്തില്ല. ഇപ്പൊ തന്നെ പണം കിട്ടണം. ശരി, നീ ഒന്ന് വെയിറ്റ് ചെയ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.